ഹായ് എവ്രി വൺ, ഇന്നൊരു ന്യൂ വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ CMAയുടെയും CAയുടെയും ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, തിയറി സബ്ജക്റ്റ് എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്സാംസ് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ CMAയുടെ ഡിസംബറിലും CAയുടേത് ജാനുവരിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മെയിൻലി CMAയ്ക്ക് ഇനി 14 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര പ്രിപ്പറേഷൻസിലും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ടെൻഷനൊക്കെ അടിച്ച് നെർവസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം നമ്മുടെ CMAയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും ആ ഒരു എന്താണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യാനായാലും അതിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ഇപ്പോൾ കൂടുതലുള്ളത് CMAയ്ക്കാണ് അല്ലേ. അപ്പോൾ CAയ്ക്ക് കുറച്ചൊരു ടൈം ഉണ്ട്. അപ്പോൾ CMAയുടെ എക്സാംസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ CAയുടെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒത്തിരി പേര് എനിക്ക് ഇതിൻ്റെ ആ ഒരു അവരുടെ കൺസേൺസ് പറയുന്നുണ്ട്. ലൈക്ക് എങ്ങനെ തിയറി പഠിക്കുക, അതിനെന്തെങ്കിലും ടിപ്പ് പറയാമോ, നീ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് തിയറി പഠിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ തന്നെ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്ന വീഡിയോ, 26 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, 20 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഇങ്ങനെ ഞാൻ ഇത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ CMAയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഒരു ചാപ്റ്ററാണ്. അത് പൊതുവിൽ ഒത്തിരി കൺസേൺസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത്. അത് അത്ര റിവ്യൂസ് ഒന്നും എനിക്കത് കേട്ടിട്ട്, 1-2 പേര് പറഞ്ഞു നല്ല ക്ലാസ്സാണ് പറഞ്ഞു, അല്ലാണ്ട് റിവ്യൂസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം കേട്ടോ. ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്ന വീഡിയോസും ഇട്ടിട്ടുണ്ട്, അതും കാണാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ കണ്ടൻറ്റിലേക്ക് വരികയാണ്. നമ്മൾ മെയിനായിട്ട് CA ആൻഡ് ഓൾസോ CMA പഠിക്കുന്ന ഫ്രണ്ട്സിൽ തിയറി സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതിനുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് അങ്ങനെ തോന്നണം, അത് ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്കാവില്ല അങ്ങനെയൊക്കെ തോന്നിയേക്കാം. ഇത് ഫുള്ള് കേൾക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെയാണ് അതൊന്ന് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇത് ഞാൻ ഈ 3-4 ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് മെസ്സേജ് വരുന്നുണ്ട് തിയറിയുടെ കാര്യം ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് ചെയ്യുകയാണ്. ആൻഡ് അവരത് ഫോളോ ചെയ്യുന്നുണ്ട്, ഓക്കെയാണ് എന്നൊക്കെ ഉള്ളത് റിപ്ലൈ ഒക്കെ എനിക്ക് കിട്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ജനറലായിട്ടൊരു കൺസേൺ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും CMAയ്ക്ക് മാത്രമോ CAയ്ക്ക് മാത്രമോ വേണ്ടിയിട്ടല്ല. ഇത് ഞാൻ ജനറലായിട്ട് ഈ 2 പേർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് CMA കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കളയാം അങ്ങനെയൊന്നുമല്ല, ഞാനത് 2 പേർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറയട്ടെ, ഞാനിത് ഇൻ്റർമീഡിയറ്റിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. നമുക്ക് ഇപ്പോൾ CMAയുടെ കേസ് പറയുകയാണെങ്കിൽ CMAയുടെ ഇൻ്ററിൽ നമുക്ക് തിയറി വരുന്നത് ഒന്ന് നമ്മുടെ ലോ എന്ന് പറയുന്ന പേപ്പർ ഫുള്ള് തിയറിയാണ്. സോ അത് നമ്മൾ ഫുള്ള് തിയറി പഠിച്ചേ പറ്റൂ. ആൻഡ് നമ്മുടെ കോസ്റ്റിങ്ങിൽ കുറച്ച് തിയറീസ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയാലും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയാലും അങ്ങനെ വളരെ കുറച്ചൊരു 2-3 ചാപ്റ്റേഴ്സ് തിയറി വരുന്നുണ്ട്. ആൻഡ് പിന്നെ വന്നിട്ട് നമ്മുടെ ടാക്സേഷൻ ആണെങ്കിൽ അതിനകത്ത് IDT, ഓക്കെ, അതിനകത്ത് പ്രൊവിഷൻസ് ആണ് മെയിൻ അല്ലേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് നമ്മുടെ OMSM പേപ്പർ എടുക്കുകയാണെങ്കിൽ SM ഫുള്ള് തിയറിയാണ്. ഓൾസോ നമ്മുടെ ഓഡിറ്റ് പേപ്പർ, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എടുക്കുകയാണെങ്കിൽ അതിലും ഓഡിറ്റ് ഫുള്ള് തിയറിയാണ്. പിന്നെ വന്നിട്ട് FM ഡേറ്റ അനലിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിലും ഡേറ്റ അനലിറ്റിക്സിൽ തിയറി ഉണ്ട്. ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ വലിയ തിയറി ഇല്ല, ഒരു 1-2 ചാപ്റ്റർ മാത്രമേ തിയറി പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറി പോർഷൻസ്. CMAയുടെ ഇതിൽ തിയറി വരുന്നത് ലോയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കോസ്റ്റിങ്ങിലോ 1-2-3 ചാപ്റ്റേഴ്സ്, ഓക്കെ, മാക്സിമം 3. പിന്നെ അതുപോലെ ടാക്സേഷനിൽ IDT, പിന്നെ വന്നിട്ട് ഓഡിറ്റിൻ്റെ പേപ്പർ SM, അതുപോലെ ഡേറ്റ അനലിറ്റിക്സ്, പിന്നെ വന്നിട്ട് മാനേജ്മെൻറ്റിൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ അത്ര മാത്രമാണ് നമുക്ക് തിയറി വരുന്നത്. അതിൽ മെയിൻ കംപ്ലീറ്റ് തിയറി എന്ന് പറയുന്നത് ലോയും SM-ഉം ഓഡിറ്റുമാണ്. അതാണ് ഫുൾ ഓഫ് തിയറി എന്ന് പറയുന്നത്. ബാക്കിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള തിയറീസൊക്കെയാണ് വരുന്നത് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ CMAയുടെ ഇൻ്ററിലെ തിയറി പറയുന്നത്. CAയുടെ ഇൻ്ററിൽ വന്നിട്ട് തിയറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അക്കൗണ്ടിങ്ങിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒത്തിരി ഉണ്ട്. ഒരു അറൗണ്ട് 30
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ CA ഇൻ്ററിൻ്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ അറൗണ്ട് ഒരു 30 years പറയുന്നുണ്ട്. സോ അത് പ്രൊവിഷൻസ് ആണ്, കംപ്ലീറ്റ് പ്രൊവിഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് എക്സാമിന് വരുന്നതെങ്കിൽ പോലും ആ പ്രൊവിഷൻസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് ഒരു തിയറി പ്ലസ് ഒരു പ്രാക്ടിക്കൽ ആ ഒരു രീതിയാണ്. എങ്കിലും ഞാനതിനെ മെയിനായിട്ട് തിയറി ആയിട്ടാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ തിയറി ഉണ്ട്, പിന്നെ വന്നിട്ട് ലോ ഫുള്ള് തിയറിയാണ്. പിന്നെ നമ്മുടെ ടാക്സിലായാലും ഇപ്പോൾ പറഞ്ഞ മാതിരി IDTയുടെ ആ ഒരു സംഭവം, അതുപോലെ കോസ്റ്റിങ്ങിലാണെങ്കിലും അതിലെനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ല. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് വരുന്നത്. പിന്നെ വന്നിട്ട് FMSMലും SM ഫുൾ ഓഫ് തിയറിയാണ്. അതുപോലെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഫുൾ ഓഫ് തിയറി, ഫുൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ ഫുള്ള് തിയറിയാണ്. അപ്പോൾ CA ഇൻ്ററിൽ മെയിനായിട്ട് തിയറി വരുന്നത് നമ്മുടെ ലോയും അതുപോലെ SMഉം അതുപോലെ ഓഡിറ്റും ആണ് ഫുള്ള് തിയറി. ഇപ്പോൾ സെയിം രണ്ടിലും അത് തന്നെയാണ് ഫുള്ള് തിയറി പറയുന്നത്. പിന്നെ അല്ലാണ്ട് ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തിയറി ചാപ്റ്റേഴ്സ് മാത്രമാണ്. സോ എങ്ങനെ തിയറി പഠിക്കാം? അപ്പോൾ ഇത്രയാണ് ഞാൻ ജനറലായിട്ട് 2 പേരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ തിയറിയുടെ ടിപ്സ് എന്നുള്ളത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, തിയറി പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് എന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോർഷൻ എടുക്കുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഹെഡിങ് ഫുള്ള് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഹെഡിങ്ങിന് താഴെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ്. ഓക്കെ, പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ലോയിലെ ഒരു ടോപ്പിക്കാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ആ ഒരു ഹെഡിന് താഴെ നമ്മൾ അതിൻ്റെ ടൈപ്പുകളും അങ്ങനെ ഒരുപാട് അത് എപ്പോൾ ഇഷ്യൂ ചെയ്യണം, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ടെക്സ്റ്റ് ഫുള്ളിൽ ഒരു സെൻറ്റൻസ് പോലും വിടാണ്ട് എല്ലാം പഠിക്കുമോ? ഇല്ല. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മനസ്സിലാക്കി അതിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സോ എപ്പോഴും ഒരിക്കലും നമ്മൾ തിയറിക്ക് ഈ എൻ്റയർ ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ നിൽക്കരുത്. തിയറിക്ക് എപ്പോഴും ചെയ്യേണ്ടത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നോട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്ത് കണ്ടൻ്റ് ആണോ അതിൽ പഠിക്കുന്നത് അതിനെ നമ്മൾ ചൂസ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഒരു നോട്ട് പോലെ നമ്മൾ എഴുതുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിന് ഇത്ര ഡേ ഉള്ളൂ. CAക്ക് വളരെ പോസിബിളാണ്, കാരണം ടൈമുണ്ട്. CMA സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ 14 days പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അത് എഴുതിപ്പോയി കഴിഞ്ഞാൽ സീനില്ല. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്, ആ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് എഴുതി വെച്ച് കഴിഞ്ഞാൽ സീനില്ല. അല്ലാണ്ട് ഞാനൊരു 10 question ആയിട്ട് ഒരുമിച്ച് എഴുതാം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു അപ്രോച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ഓഡിറ്റിനൊക്കെ CAയുടെ ഓഡിറ്റിന് ഞാൻ ഫുള്ള് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അതിപ്പോൾ ഞാനിപ്പോൾ CMAയുടെ എക്സാംസിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളിലാണ്. ഞാനൊരു വീഡിയോ ഫർദറായിട്ട് ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഞാൻ CAയുടെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന് വേണ്ടി അതിൽ 11 chapters ആണുള്ളത്. ആ 11 chaptersന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് പഠിച്ച് ടെക്സ്റ്റിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ 1-2 ഫ്രണ്ട്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ ബുക്ക് വാങ്ങിയിട്ട് അത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇവിടെ ഭയങ്കര യൂസ്ഫുള്ളായി, കാരണം ഈ ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് ഉണ്ട്, 2 modules ഉണ്ട്. ആ 2 module പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടയേർഡാവും, ആ ഒരു ഫീലാണ്, ബോറായിട്ട് തോന്നും. ഇത് എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫർദർ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഓഡിറ്റിങ്ങിൻ്റെ കാര്യമാണ്. CAയുടെ ഇൻ്ററിൻ്റെ ഓഡിറ്റിങ്ങിന് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്. SMന് എൻ്റെ കയ്യിൽ PDF പോലുള്ള നോട്ട്സ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ലോയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് നോട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പകുതിയായിട്ടുള്ളൂ, കാരണം പകുതി പോർഷനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, പകുതിന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ CMAയുടെ എക്സാം കഴിഞ്ഞിട്ടേ ഞാനിനി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ അതിൻ്റെ നോട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CAയുടെ കേസിൽ അതിനോട് ചോദിച്ചാൽ മതി. CMAയുടെ കേസിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗൈഡാണ് യൂസ് ചെയ്യുന്നത്, ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പഠിക്കും. അതിനകത്ത് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയാസ് ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതെൻ്റെ എനിക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കത് ചിലപ്പോൾ ഒരു പിക്ചറായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഗ്രാഫായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ചിലർക്കത് അങ്ങനെ എഴുതി തന്നെ വെക്കണം, അങ്ങനെ സെൻറ്റൻസായിട്ട് എഴുതി തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഓക്കെ ആവും. ചിലർക്ക് അത് ഓരോ ബോക്സിലൊക്കെ ആക്കിയിട്ട് ചിലർക്ക് ചില കളേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്, തിയറി ആയിട്ട് എഴുതി വെക്കുന്നതുണ്ട്, അല്ലാതെ പിക്ചേഴ്സായിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പം അങ്ങനെ അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിരിക്കുന്ന നോട്ട് നമുക്ക് അതേമാതിരി എടുത്തിട്ട് ഇനി അതായത് ഈ പിക്ചേഴ്സ് ആക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിക്കായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ യൂഷ്വലി എഴുതി തന്നെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് പിക്ചേഴ്സുള്ളൂ, അത് കോമൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതായത് CAക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ ജനറലായിട്ട് പറയുകയാണ്, നമ്മൾ CA പഠിക്കുന്നവരായാലും CMA പഠിക്കുന്നവരായാലും നമ്മുടെ തിയറി സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ട ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇത്. നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ഒരു കണ്ടൻറ് എടുക്കുമ്പോൾ അതിൽ ഫുള്ള് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്ന പോർഷൻസ് മാത്രമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. പ്രോസ്പെക്ടസിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളത് മാത്രമാണ്, അതിനകത്തുള്ള കണ്ടൻസ് ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം ലെറ്റേഴ്സ് ഡിസ്കസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രാക്കറ്റ്സിലൊക്കെ കൊടുത്തിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും അതൊന്നും നമ്മൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റിനെ നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഇപ്പോൾ ടെക്സ്റ്റ് ഇപ്പം ഒരു 1000 പേജ് ഉണ്ടെന്ന് വയ്ക്കുക, ടെക്സ്റ്റ് 1000 പേജ് ഉണ്ടെങ്കിൽ നോട്ട് നമുക്കൊരു 300 അല്ലെങ്കിൽ 250-300 പേജിൽ നിർത്താൻ പറ്റണം. ഒരു നോട്ട്, നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങത്തില്ലേടാ, ആ നോട്ട്ബുക്കിൽ നമുക്ക് നിർത്താൻ പറ്റണം. ഈ നല്ല വണ്ണമുള്ള ഈ 2 മൊഡ്യൂൾസിന് നമുക്കൊരു നോട്ട്ബുക്കിൽ നിർത്താൻ പറ്റണം. അതാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. CMAയുടെ കുട്ടികൾക്ക് ഇനി 14 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ അത് പോസിബിൾ ആണോ എന്നുള്ളൊരു ഇതവർക്ക് മനസ്സിലുണ്ടാവും. പോസിബിൾ ആണ്, നമ്മളതിന് വേണ്ടി എഫേർട്ട് ഇട്ടാൽ. എങ്ങനെ എഫേർട്ട് ഇട്ടാൽ? നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്, ആ ക്വസ്റ്റ്യൻ അപ്പം തന്നെ എഴുതുക. അല്ലാണ്ട് ഞാനൊരു 10 ക്വസ്റ്റ്യൻ ഒരു തീർത്തിട്ട് ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഒത്തിരി ഡിലേ വരും. നമ്മളൊരു 10 ക്വസ്റ്റ്യൻ മാറ്റി വെച്ച് പഠിച്ചു, എന്നിട്ട് എഴുതാൻ വന്നപ്പോൾ ഒരു 2-3 എണ്ണം എഴുതിയപ്പോൾ മടുത്തു, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അങ്ങനെ ഒരു ഇത് വരും. അതുകൊണ്ട് അപ്പോൾ പഠിക്കുന്ന അപ്പോൾ എഴുതി കഴിഞ്ഞാൽ സീനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഷോർട്ട് നോട്ട്സ്. അത് ഞാൻ ഇപ്പം എൻ്റെ സബ്ജക്റ്റ് ഇപ്പം ഓഡിറ്റിനകത്ത് 3 ചാപ്റ്റേഴ്സാണ് നമ്മുടെ CMAയുടെ ഇതിലുള്ളത്. CAയുടെ അതിലത് 11 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ചെന്നിട്ട് എനിക്ക് ഇത്രയും തീർക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്രയും പോർഷൻ എനിക്ക് കവർ ചെയ്തെടുക്കാനുണ്ട്, ഇപ്പം ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നാൽ പഠിച്ച് തീരത്തില്ല, ആ രീതിക്ക് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. പഠിക്കുന്ന പോർഷൻ എനിക്ക് നോട്ട് വേണം, ആ രീതിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ബാക്കി സ്കിപ്പ് ചെയ്തെങ്കിൽ പോട്ടെ, ഞാൻ ഉള്ള ഭാഗത്ത് എനിക്ക് നോട്ട് വേണം, ആ രീതിക്കാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ CMAയുടെ ഇതിൽ ഞാൻ ഗൈഡിലുള്ളതിന് പിന്നെ നോട്ട്സ് അത് എനിക്ക് മനസ്സിലാവുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യുമായിരുന്നു. CAയുടേത് ഞാൻ ജനറൽ ആയിട്ടുള്ള രീതിക്കാണ് ആ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അത് ഞാൻ ഫർദറായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ, എങ്ങനെ ആ നോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക? ലൈക്ക് ഇപ്പോൾ ഞാനൊരു ചാപ്റ്റർ എടുത്തപ്പോൾ അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുക. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഞാൻ CMAയുടെ ഇൻ്ററിൽ ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ 2nd ചാപ്റ്റർ പറയുകയാണ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കമ്പനീസ് ആക്ട്, ഓഡിറ്റ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. ആ ചാപ്റ്ററിനകത്ത് നമുക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ബൈ ബാക്ക്, ബോണസ് ഇഷ്യൂ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഈ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയതിൻ്റെ ലാസ്റ്റ് ഒരു ഇൻഡെക്സും കൂടെ പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് ഓരോ പഠിച്ചതിൻ്റെയും ഹെഡിങ് എഴുതിയിടുക. എന്തിനാണത്? നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്തിനാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ചാപ്റ്ററിൽ നമ്മൾ എത്ര കണ്ടൻറ്റ് പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ചാപ്റ്ററിനകത്ത് ഒരു 10 ടോപ്പിക്ക് പഠിച്ചു എന്ന് വയ്ക്കുക, ലൈക്ക് ഇപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ഇൻഡെക്സ് വരച്ചിട്ട് ഇൻഡെക്സിനകത്ത് എഴുതിയിടുക റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ആ ഇൻഡെക്സ് നോക്കുമ്പോൾ ഒന്നാമത്തത് ഞാൻ റിഡംഷൻ പഠിച്ചു, അവിടെ പോകുമ്പോൾ എനിക്കെൻ്റെ ഫുൾ കണ്ടൻറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇതെന്തിനാണ് എഴുതിയിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്കിത് യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ റിവിഷന് വേണ്ടി ഇരിക്കൂലേ, ആ സമയത്താണ് നമുക്കിത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ആ സമയത്താണ്. അതായത് ഈ ചാപ്റ്ററിൽ എന്തുണ്ട്, അത് നമ്മൾ ഏതൊക്കെ വിട്ടുപോയി, ഏതൊക്കെ നോക്കാനുണ്ടത് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഓരോ പഠിച്ച് തീരുമ്പോഴും ഇപ്പോൾ നമ്മളിടുന്ന ഇൻഡെക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇൻഡെക്സ്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ഇൻഡെക്സ് നോക്കിയിട്ട് ഞാൻ ടിക്ക് ചെയ്യും, ഇത് ഏതൊക്കെയാണ് ഞാൻ പഠിച്ചത്, വിട്ടുപോയത്, ഞാൻ പിന്നെ നോക്കാനായിട്ട് വെച്ചിരിക്കുന്നതിനെ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നടക്കൂ. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഞാൻ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്നുള്ളതൊരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തീർത്ത ടോപ്പിക്സിനെ ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ റിപ്പീറ്റഡ് റിവിഷനിൽ വീണ്ടും ചെയ്യാം. അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്തതും നോക്കാൻ മാറ്റി വെച്ചിരിക്കുന്നതും നോക്കാത്തതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, നോക്കിയതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതൊരു നല്ല ടിപ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ഫാക്കൽറ്റി പറഞ്ഞൊരു ടിപ്പാണ് എല്ലാ ചാപ്റ്ററിനും ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റിൽ എനിക്കൊരു 14
14 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടെങ്കിൽ ഞാനത് ഇൻഡെക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ 14 ക്വസ്റ്റ്യൻ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ വന്നപ്പോൾ എനിക്ക് 28 ക്വസ്റ്റ്യൻസിൻ്റെ ഉണ്ട്. എനിക്കിതിൽ 28 ഉണ്ട്, അപ്പോൾ ഡബിളായി. അപ്പോൾ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ പെർട്ടിക്കുലർ ടൈം നമുക്ക് അതിന് വേണ്ടി അലോട്ട് ചെയ്യുമ്പോൾ ആ രീതിക്ക് അലോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു, ആ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇത് 2 മണിക്കൂറിനുള്ളിൽ തീരും, 2 hours മതി എന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. പക്ഷേ ആക്ച്വലി ചിലപ്പോൾ അത് വലിയ ചാപ്റ്റർ ആയിരിക്കും, പഠിച്ചെത്തുമ്പോൾ ഒരു 4 hours ഒക്കെ എടുക്കും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ പഠിത്തത്തിനെ കൂടി ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ 28 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഞാൻ പറയുകയാണ് 2 hours പറ്റൂല, എനിക്കത് 4 hours വേണം. അത് അറേഞ്ച് ചെയ്യാൻ കൂടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുക. ഒന്നാമത് ഷോർട്ട് നോട്ട്സ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം ഇൻഡെക്സ് ചെയ്യുക. ഇത് രണ്ടും സ്വയം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നടക്കുന്നത്. അത് നമ്മൾ മടി പിടിക്കാണ്ട് നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇൻഡെക്സും വരച്ചിടുക, ഈ പറഞ്ഞ കണ്ടൻറ്റും എഴുതി പോവുക, പെട്ടെന്ന് തീരും. നമ്മൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഷുവർ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളൊരു സംഭവം ഈ പറഞ്ഞ എന്താണ്, പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം റിപ്പീറ്റഡ് റിവിഷനാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും ഒരു ഡേ ഫുള്ള് തിയറിക്ക് കൊടുക്കരുത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം, തിയറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആണ് അല്ലേ, തിയറി കുറച്ച് ഡ്രൈ ആണ്. നമ്മളത് കുറച്ച് സമയം അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആവും. ദിവസത്തിൻ്റെ രാവിലെ, അതായത് നമ്മൾ ആ ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തിയറി പഠിച്ചൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഏകദേശം നമ്മൾ അത് മടുക്കും, ആ ഒരു അവസ്ഥയിലോട്ട് എത്തും ഫുള്ള് തിയറി ഫോക്കസ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത്രയും കുറവായിരിക്കും. സോ അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തവർക്കൊക്കെ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു ഡേ ഫുള്ള് തിയറിക്ക് ഇരിക്കരുത്. എപ്പോഴും തിയറിക്ക് ഒരു പെർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട് ബാക്കി പ്രോബ്ലംസിന് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ 12 മണിക്കൂർ പഠിക്കുന്നുണ്ട്, 12 hours പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 6 or 5 അല്ലെങ്കിൽ 5 hours കൂട്ടുക, 5 hours തിയറിക്ക് കൊടുക്കുക. ബാക്കിയുള്ള ടൈം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, 7 hours പ്രോബ്ലത്തിന് കൊടുക്കുക എന്നുള്ള ആ ഒരു പാർഷ്യലായിട്ട് നമ്മൾ കൊടുക്കണം കറക്റ്റായിട്ട്, തിയറിക്കും പ്രോബ്ലത്തിനും. എങ്കിൽ മാത്രമേ അത് വർക്കാവൂ. കാരണം ഒരു ഡേ ഫുള്ള് നമ്മൾ തിയറിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൈ ഫീൽ ഉണ്ടാവും. എക്സാമിൻ്റെ തലേന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ഡ്രൈ എന്ന് പറഞ്ഞാലും നമ്മളിരിക്കും. എക്സാമിൻ്റെ തലേന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഒരു നെർവസ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ട് നമുക്കത് തീർക്കണം എന്നൊരൊറ്റ മൈൻഡേ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് ഓൾസോ നമുക്ക് ചെയ്തേ പറ്റൂ, ഒരിക്കലും ഇനി നമുക്ക് മാറ്റി വയ്ക്കാൻ ഡേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫീൽ വരികയും നമ്മളത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിന് മുമ്പോട്ടുള്ള ഡേയ്സിൽ നമുക്കത് ഭയങ്കര ഒരു ബോർഡ് ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫർദർ ആയിട്ടുള്ള ദിവസത്തിലെ നമ്മുടെ പ്ലാനിങ്ങിനൊക്കെ അത് ബാധിക്കും. സോ അതുകൊണ്ട് എപ്പോഴും ഒരു ഡേയുടെ ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, തിയറിക്ക് വേണ്ടിയിട്ട് മാറ്റുക, അല്ല ഫുൾ ഡേ അതിന് വേണ്ടി അലോട്ട് ചെയ്യരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇന്ന് രാവിലെ ഒരു ദിവസത്തിൻ്റെ രാവിലെയാണ് നിങ്ങൾ തിയറി പഠിക്കുന്നതെന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ വൈകിട്ട് പഠിക്കുന്നു എന്ന് പറയുന്നത്, ഈവനിങ്ങിൽ പഠിക്കുന്നു എന്ന് പറയും, ചിലർ നൈറ്റ് പഠിക്കുന്നു പറയാറുണ്ട്, ചിലർ ഏർലി മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ തിയറി പഠിക്കുന്നത് ആ പഠിക്കുന്ന ടൈം പോലും നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 5ഉം ഒത്ത് എന്നുള്ള രീതിക്ക് എടുക്കരുത്. അതിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ട് 2 സെഗ്മെൻ്റ് ആയിട്ട് അതിനെ ഇരിക്കുക. ഒന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ, അങ്ങനെ അതിന് 2 സെഗ്മെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് എനിക്ക് പറയാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തിയറിയാണ് കുറച്ച് ഓക്കെ പേപ്പറാണ്, അപ്പോൾ തിയറീസ് അതിലേക്ക് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും തിയറി പഠിക്കുന്നത് നൈറ്റാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഭയങ്കര കോൺസെൻട്രേഷനാണ് എനിക്ക്. കാരണം നമുക്ക് ചുറ്റും സൗണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ട്രാക്റ്റ് ആവുന്ന ഒരു കാര്യങ്ങളും ഇല്ല. കറക്റ്റ് ഫുള്ളൊരു നല്ല കാം അറ്റ്മോസ്ഫിയറാണ് ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്കത് ഭയങ്കര ആ സമയത്ത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഡേനേക്കാളും നൈറ്റാണ് ബെറ്റർ. അതുകൊണ്ട് ഞാൻ തിയറി നൈറ്റാണ് പഠിക്കുന്നത്. ഞാൻ എപ്പോഴും 2 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാനും പഠിക്കുന്നത്. ഒന്നുകിലും ഏർലി മോർണിംഗിൽ തന്നെ 2 സെഗ്മെൻറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ മോർണിംഗും ഒന്ന് നൈറ്റും ആയിട്ട് ഈവനിങ്ങിലോ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഡിപ്പെൻസ്, നിങ്ങൾക്ക് പറ്റുന്ന ടൈം മനസ്സിലാക്കി നിങ്ങളത് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ രാവിലെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അന്നത്തെ ദിവസം ഞാൻ പഠിച്ച തിയറി, നോ പ്രോബ്ലം, തിയറി ഓൺലി ഞാൻ ആ ദിവസം കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ റീഡ് ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് ചെയ്തു തന്നൊരു സംഭവമാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ തിയറി ഓഡിറ്റിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് വയ്ക്കാമെന്ന് രാവിലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കിടക്കുന്നതിന് മുന്നേ ആ 10 ക്വസ്റ്റ്യൻ വീണ്ടും ഇരുന്ന് പഠിക്കുന്നില്ല, അപ്പോൾ ഓൾറെഡി പഠിച്ചല്ലോ. അത് ജസ്റ്റ് റീഡ് ചെയ്ത് ഓക്കെ ഇതാണ്, അല്ലെങ്കിൽ ആ ഡേയ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഇയർ എങ്ങനെയാണ്, അതൊക്കെ ഞാൻ കറക്റ്റ് ഒന്ന് ഓർത്ത് ആ സെക്ഷൻസൊക്കെ ഓർത്ത് ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. പ്രോബ്ലം നോക്കാറില്ല, തിയറി ഓൺലി ഞാൻ നോക്കാറുണ്ട്.
അത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക, അതുപോലെ ഇൻഡെക്സ് ഉണ്ടാക്കി നോക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മതി റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ 10 ക്വസ്റ്റ്യൻ നാളെ ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ പുതിയ ഫ്രഷ് ടോപ്പിക്കിൽ നിന്നായിരിക്കില്ല ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ പഠിച്ച 10 ക്വസ്റ്റ്യൻസ് നാളെ ഞാൻ ആദ്യം റിവൈസ് ചെയ്തതിന് ശേഷമേ ഞാൻ പുതിയ ടോപ്പിക്ക് അടുത്ത 11th ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചു തുടങ്ങുന്നത് ഇന്നത്തെ 10th തീർത്തതിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും അത് എങ്ങനെയാണ് സമയം കിട്ടാതെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ 10 ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ട് 3 മണിക്കൂർ എടുത്തു എന്ന് വിചാരിക്കുക. ആ 3 മണിക്കൂർ ഞാൻ എടുത്ത് പഠിച്ച ആ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഞാൻ ഒന്നുകൂടി റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അത് ഉണ്ട്. ഞാൻ നാളെ രാവിലെ എണീക്കുമ്പോൾ ആ 15 മിനിറ്റ് എടുത്ത സംഭവം ഇന്ന് എനിക്ക് 15 മിനിറ്റ് എടുത്തത് നാളെ രാവിലെയും 15 മിനിറ്റ് എടുക്കും. ഞാനത് ഒന്നും കൂടി വായിക്കും. എന്നിട്ട് 15 മിനിറ്റ് അല്ലേ, അതിനെന്താ പ്രശ്നം? 15 മിനിറ്റ് വായിക്കുക, അത് കുറച്ചിട്ട് അടുത്ത പഠിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ 15 മിനിറ്റ് അതിന് വേണ്ടി കളഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്ത 11th ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങത്തുള്ളൂ. അത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ നാളെ ഞാൻ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ആ 20 ക്വസ്റ്റ്യനും വായിക്കും. പിറ്റേന്ന് ദിവസം രാവിലെ ഞാൻ ആ 20 അടുത്ത 21 തുടങ്ങുന്നതിന് മുമ്പ് ഈ 20യും കവർ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഇപ്പം ചാപ്റ്റർ വൈസ് ആണ് ഞാൻ പറഞ്ഞത്. ചാപ്റ്റർ വൈസ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഒരു ചാപ്റ്ററിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 30യും ആ ചാപ്റ്റർ തീരുന്നത് വരെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ അങ്ങനെ, അല്ലാണ്ട് ഇപ്പം സെക്കൻഡ് ചാപ്റ്റർ എടുക്കുമ്പോൾ ഫസ്റ്റ് വീണ്ടും പഠിച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. ഇന്ന് 15 മിനിറ്റ് എടുത്തത് നാളെ 10 മിനിറ്റിൽ എനിക്ക് തീർക്കാൻ പറ്റും. അതേക്കുറിച്ച് പറ്റില്ലല്ലോ, 10 ക്വസ്റ്റ്യനൊക്കെ അത്ര സമയം വേണം. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ ഇല്ലേ, ലൈക്ക് ഇപ്പോൾ നമുക്ക് ലോയിലൊക്കെ ആണെങ്കിൽ രജിസ്ട്രാറിന് ഇത്ര ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്തു, 30 ഡേയ്സ് 60 ഡേയ്സ് 90 ഡേയ്സ് അങ്ങനെ ഇങ്ങനെ അതായത് ഫയൽ ചെയ്യുന്ന നമ്പർ, അതുപോലെ നോട്ടിൻ്റെ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഫോം നമ്പർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് ഈ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഡിലി അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ജസ്റ്റ് പേപ്പറിൽ ഇപ്പം എഴുതിയാലും മതി. ഞാൻ കളർ പെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം 30 ഡേയ്സിൻ്റെ എല്ലാ ഇതിനും ഞാൻ റെഡ് യൂസ് ചെയ്യും, 90യുടെ എല്ലാത്തിനും ഗ്രീൻ യൂസ് ചെയ്യും, 60യുടെ എല്ലാത്തിനും യെല്ലോ യൂസ് ചെയ്യും. അങ്ങനെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു റെഡ് കണ്ടാലും എനിക്ക് മനസ്സിലാവും ഇറ്റ്സ് 30 ഡേയ്സ്. ഓക്കെ, അങ്ങനെ എനിക്ക് സ്ട്രൈക്ക് ആകുന്ന രീതിയിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് അതിന് മാത്രമല്ല, ഇപ്പോൾ ഹെഡിങ്സിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. റിഡംഷൻ്റെ സെക്ഷൻസിനെല്ലാം ഞാനിപ്പോൾ റെഡ് യൂസ് ചെയ്യും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിമിലർ ആയിട്ടുള്ള എല്ലാ അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒരേ ഇങ്ക് യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതെനിക്ക് സ്ട്രൈക്കിംഗ് ആവാറുണ്ട്. പെട്ടെന്ന് അത് റിമെമ്പർ, അത് എൻ്റെ എക്സാമിന് പോലും എഴുതുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാറുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് എനിക്കൊരു ടിപ്പായിട്ട് പറഞ്ഞു തരാനുണ്ട്. പിന്നെ എനിക്ക് വന്നിട്ട് പറയാനുള്ളത്, ഒരു സിറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 5 മണിക്കൂർ 2.5 മണിക്കൂറുകളായിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ഒരിക്കലും 2.5 മണിക്കൂർ ഒത്തിരിക്കരുത് തിയറിക്ക് വേണ്ടി. ഓക്കെ, പ്രോബ്ലത്തിന് നമുക്ക് വീണ്ടും 2 hours, എനിക്ക് പ്രോബ്ലത്തിനാണെങ്കിൽ ഒരു 2 hours ഒക്കെ ഒറ്റ സ്ട്രെച്ചിലിരിക്കാൻ പറ്റും. പക്ഷേ തിയറിക്ക് എനിക്ക് പറ്റുകയില്ല. തിയറിക്ക് ഞാൻ എപ്പോഴും 45 മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് ചെയ്യാറുള്ളൂ. 45 മിനിറ്റ് ഞാൻ പഠിക്കാനിരിക്കും, തിയറി പഠിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ വലുതാണെങ്കിൽ 2 ക്വസ്റ്റ്യനിലേക്ക് 3 ക്വസ്റ്റ്യൻ വരെ പഠിക്കും. അതിനുശേഷം ഞാനൊരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ബ്രേക്ക് എടുക്കാറുണ്ട്. 10 മിനിറ്റ്സാണ് യൂഷ്വലി എടുക്കാറ്. ശേഷം ഞാൻ വീണ്ടും അടുത്ത 45 മിനിറ്റ്, വീണ്ടും 10 മിനിറ്റ്സ് ബ്രേക്ക്, വീണ്ടും 45, അങ്ങനെ 3 സ്ട്രെച്ച് കഴിഞ്ഞതിന് ശേഷം 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാറുണ്ട്. ആദ്യം 45 10 മിനിറ്റ് ബ്രേക്ക്, 45 10 മിനിറ്റ് ബ്രേക്ക്, വീണ്ടും 45, അത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് ഒത്തൊരു ബ്രേക്ക് എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ തിയറി പഠിക്കാറുള്ളത്. അപ്പോൾ അത് ഞാൻ പറയുന്നൊരു ടിപ്പാണ്. കാരണം നമുക്കൊരു കാര്യത്തിലോട്ടുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു 40-45 മിനിറ്റ്സ് ഒക്കെ മാക്സിമം പിടിച്ചു വയ്ക്കുക. അതിൽ കൂടുതൽ നമുക്കൊരു തിയറിയിലൊക്കെ ഭയങ്കര ഡ്രൈ അല്ലേ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. 1.5 മണിക്കൂറൊക്കെ ഒരേ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നും. കാരണം 45 മിനിറ്റ് നമ്മളിത് 3 ക്വസ്റ്റ്യൻ പഠിച്ചു, ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വരുമ്പോൾ വീണ്ടും നമ്മുടെ മൈൻഡിൽ ഫ്രഷ് ആയിട്ട് വീണ്ടും വരിക. ഫ്രഷ് ആയിട്ട് നമ്മൾ ഉടനെ പോയി ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ആ 45 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞ് ഉടനെ ഞാൻ പോയി ഫോൺ എടുത്ത്, അങ്ങനെയല്ല. ഫോൺ എടുക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഫോൺ എടുക്കാറുണ്ട്, എല്ലാവരും എടുക്കുമല്ലോ. ഫോൺ എടുക്കും. ഞാൻ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഫോണിൽ ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോയെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ടോയെന്നോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ട് 3 മിനിറ്റ് ജസ്റ്റ് നോക്കും. റീൽ ഞാൻ എടുക്കില്ല. കാരണം റീൽ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അത് എടുത്തുകൊണ്ടേയിരിക്കും. യൂട്യൂബ് ഷോർട്സ് ആയാലും നമ്മളത് എടുത്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് ആ 30 മിനിറ്റ് ബ്രേക്കിലാണ് ഞാൻ പോയി റീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണം, ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ സമയത്താണ് ചെയ്തത്. അല്ലാതെ ഈ 10 മിനിറ്റ് ബ്രേക്കിൽ യൂഷ്വലി ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കും, അല്ല PDF എന്തെങ്കിലും നോക്കാണ്ടെങ്കിൽ അത് നോക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പുറത്ത് പോവുകയോ പുറത്തിറങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വീണ്ടും ഒന്ന് കാമാവും. വീണ്ടും നമ്മൾ 45 മിനിറ്റിലേക്ക് വരിക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 45 മിനിറ്റിൻ്റെ 3 സ്ട്രെച്ച് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ 30 മിനിറ്റിൻ്റെ ഒരു ബ്രേക്കിലേക്ക് പോകാറുള്ളൂ. വീണ്ടും അത് ചെയ്യും. ഈ 30 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിയറിക്ക് ഇരിക്കാറില്ല, പ്രോബ്ലത്തിലേക്ക് പോകാറുള്ളൂ. കാരണം വീണ്ടും തിയറിയിലോട്ട് വരുമ്പോൾ ഭയങ്കര ബോറിംഗ് ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് ചെയ്ത് നോക്കിയപ്പോൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രോബ്ലം പേപ്പർ നോക്കും. എന്നിട്ട് ആ ഡേ കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിലൊക്കെയാണ് പിന്നെ തിയറി നോക്കാം. അപ്പോൾ തിയറിയിലോട്ട് വീണ്ടും വരുമ്പോൾ വീണ്ടും ഇതേപോലെ 45 പിന്നെ 10 മിനിറ്റ് ബ്രേക്ക്, 45 10 മിനിറ്റ് ബ്രേക്ക്, 45 പിന്നെ 30 മിനിറ്റ് വീണ്ടും പ്രോബ്ലം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. തിയറിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബ്രേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ആണ് ഞാൻ അല്ലാണ്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അല്ലാതെ യൂഷ്വലി ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കാറുള്ളൂ. ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ള ടിപ്പ്. ഇതിങ്ങനെയാണ് ഞാൻ തിയറി പഠിക്കുന്നത്. ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാറുണ്ട്, ഇൻഡെക്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇനി ഈ ഷോർട്ട് നോട്ട്സ് ജനറലായിട്ടല്ല എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കുന്നവരുണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ CAക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. CMAക്ക് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ എന്താണ്, ഷോർട്ട് നോട്ട്സും ഇൻഡെക്സും ആണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കിടക്കുന്നതിന് മുമ്പ് നമ്മളത് തിയറി അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ തിയറി പഠിച്ചോ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിറ്റേ ദിവസം രാവിലെ അടുത്ത ഫ്രഷ് ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഇതൊന്ന് വായിക്കുക. പിന്നെ അതുപോലെ നെക്സ്റ്റ് പറഞ്ഞത് ഈ ഇപ്പോൾ ഡേയ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നതിനും പിന്നെ നമ്പേഴ്സ്, ഫോം നമ്പർ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, സെക്ഷൻ നമ്പേഴ്സ്, ഇതൊന്നും നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താണ് 45 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും നമ്മൾ. അല്ലാണ്ട് 1.5 അവർ ഇരുന്നിട്ട് ബ്രേക്ക് അങ്ങനെ എടുക്കുന്നവരുണ്ട്. അതെനിക്ക് വലിയ പിടിയില്ല. അതെങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തിയറി പഠിക്കുന്നവർക്ക് പറയാനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കാര്യം വരും. അപ്പോൾ ലൈക്ക് ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ എനിക്ക് ഓർമ്മയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എന്തോ ഓഡിറ്റ് കമ്മിറ്റിയുടെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ, ഐ തിങ്ക് എനിക്കത് തോന്നുന്നത് സെക്ഷൻ 177 എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ ഐ റിമെമ്പർ ഇറ്റ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ CAയുടെ ക്ലാസ് കേൾക്കുന്ന സമയം തൊട്ട് അന്ന് ബിഗിനിങ്ങിൽ തൊട്ട് ഞാൻ കേട്ടു തുടങ്ങിയൊരു സംഭവമാണ് ഓഡിറ്റ്. അന്ന് തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്. CAയുടെ ക്ലാസ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെ ഓഡിറ്റിൻ്റെ ഒരു റാൻഡം ക്ലാസ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെയും ആ പോർഷൻ പാസ്സല്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ അറ്റംപ്റ്റിലും പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലൈക്ക് അന്നേ എൻ്റെ മൈൻഡിൽ അത് സ്ട്രൈക്ക് ആയതാണ് ആ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നൊരു സംഭവം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അറ്റംപ്റ്റിൽ അതിൻ്റെ പവേഴ്സിനെ പറ്റി, ഓഡിറ്റ് കമ്മിറ്റിയുടെ പവേഴ്സിനെ പറ്റി നമ്മുടെ CMAയുടെ ഈ പേപ്പർ 10-നകത്ത് ഓഡിറ്റിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ദാറ്റ് ഈസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ SA 230 അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് നല്ല സ്ട്രൈക്കിംഗ് ആണ്. കാരണം ഞാൻ ഒരു ഇയറിൽ ഞാൻ CAയുടെയും CMAയുടെയും എക്സാംസിന് വേണ്ടി 4 തവണയാണ് പോകുന്നത്. ഓക്കെ, മെയിലും ജൂണിലും പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഡിസംബറിലും ഡിസംബറിലുമായിട്ടും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഇയറിൽ 4 തവണ എക്സാമിന് പോകുന്നുണ്ട്. അപ്പോൾ 4 ടൈം ഞാൻ ഈ ഓഡിറ്റ് പഠിക്കുന്നുണ്ട്. സോ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ അത് സ്ട്രൈക്കാണ്. അത് എനിക്കറിയാം ഓഡിറ്റ് കമ്മിറ്റി ഇന്നതാണ്, അതിൽ ഇത്ര പോയിൻറ്റ്സ് ഉണ്ട്, ലൈക്ക് അങ്ങനെ മനസ്സിലായില്ലേ. അപ്പോൾ അത് എൻ്റെ മൈൻഡിൽ അത് അവിടെ സെറ്റായി. അപ്പം ഞാൻ അത് ഇങ്ങനെ ചെയ്തതാണ്. കാരണം ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെ ഒരു ദിവസം തിയറി പഠിച്ച് പിറ്റേ ദിവസം അത് ചെയ്തു. അപ്പോൾ സെക്ഷൻ 177 അല്ലെങ്കിൽ SA 230 അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ SAയും എനിക്ക് കാണാതെ അറിയാം. SA എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ്. നമ്മൾ എല്ലാ SAയും എനിക്കറിയാം. ലൈക്ക് 200 മുതൽ ഞാൻ 500 സീരീസ് ഫുള്ളും 200 സീരീസ് ഫുള്ളും 300ഉം എനിക്ക് ഫുള്ളായിട്ട് അറിയാം. കാരണം ഞാൻ മെയിൻ സ്ട്രൈക്ക് ചെയ്ത് പഠിക്കുന്ന ഇങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഇടുന്നതൊന്നും എൻ്റെ മൈൻഡിൽ നിന്ന് പോവില്ല. അതെനിക്കൊരു നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പായിട്ട് തോന്നിയിട്ടുണ്ട് തിയറിയിൽ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഇപ്പം ഓഡിറ്റ് കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻ വന്നു, അതിലൊരിക്കലും ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ആസ് പെർ സെക്ഷൻ 177 ഓഫ് കമ്പനീസ് ആക്ട് 2013 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ആൻസർ വാല്യൂ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി ആ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ആൻസർ കീനകത്ത് സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി സെക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും നമുക്കൊരു ഒരു പ്രിവിലേജ് ഉണ്ടാവും. സെക്ഷൻ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അത് അല്ലെങ്കിൽ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ 30 ഡേയ്സ് ഇങ്ങനെ ഉള്ളിൽ രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം, കമ്പനി ഇത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യണം, അവരുടെ മെമ്പേഴ്സിന് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയില്ലേ 30, 90, 60 ആ ഒരു സംഭവം.
അതും ഇതുപോലെയാണ്. നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുകയാണ്. നമ്മളത് എക്സാമിന് കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ മെയിൻ എഴുതുന്ന കാര്യങ്ങളുടെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ നോക്കുക. ലൈക്ക് ഡേയ്സോ ഫോം നമ്പറോ അല്ലെങ്കിൽ ഈ മാതിരി സെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് 100% ഷുവർ ആണെങ്കിൽ നമ്മളതിൻ്റെ താഴെ ഒന്ന് ചെയ്യാൻ നോക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സെക്ഷൻ എഴുതാൻ പോകരുത്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ എഴുതരുത്. കൺഫേം ആണെങ്കിൽ മാത്രമേ സെക്ഷൻ എഴുതാവൂ കേട്ടോ. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ അതൊരു പ്രിവിലേജ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് തിയറി പഠിച്ചത്, തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഈ രീതിക്കാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി പേര് തിയറിയെ പറ്റി കൺസേൺസ് ചോദിച്ചത് കൊണ്ടാണ്, അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇതിന് കേട്ടിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്നെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ എനിക്ക് യൂഷ്വലി എല്ലാവരും നോട്ട് ചോദിക്കാറുണ്ട്, ഗൈഡിൻ്റെ ലിങ്ക് ചോദിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ മാക്സിമം സ്പോട്ടിൽ റിപ്ലൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് പറയാടാന്ന് പറയുന്നുണ്ട്. അത് ഞാൻ മാക്സിമം ഇതുവരെയും ഞാൻ എന്നോട് ചോദിച്ച എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നോട്ട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ PDF ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാം കറക്റ്റ് PDF ആയിട്ട് പിക്ക് എടുത്ത് അയക്കാൻ ബുദ്ധിമുട്ടല്ല, എങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന നോട്ട് തരാം, ഇന്ന ഇത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളാണ്, ഹെൽപ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ തിയറിയൊക്കെ പാടായിട്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എന്തായാലും നമ്മുടെ എക്സാംസിന് ഇനി 14 ഡേയ്സ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ടൈം ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ടെൻഷനോ നെർവസ്നെസ്സോ ഒന്നും വേണ്ട. നമ്മൾ ഓക്കെ ആണ് എന്നുള്ള ഫീലിൽ എക്സാം അപ്രോച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.